എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയും ചിഹ്നവും. ഈ പ്രാവശ്യം നമ്മുടെ ചിഹ്നം എന്താണ്? നമ്മുടെ ചിഹ്നം അതെ സ്റ്റെതസ്കോപ്പാണ്. സ്റ്റെതസ്കോപ്പിന്റെ പ്രത്യേകത എന്താ അറിയോ? സ്റ്റെതസ്കോപ്പിന് രാഷ്ട്രീയമില്ല. അത് മുസ്ലിം ലീഗുകാരന്റെയും കോൺഗ്രസുകാരന്റെയും ഇടതുപക്ഷക്കാരന്റെയും എല്ലാം ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന ചിഹ്നമാണ്. വെറുതെ പറയുന്നല്ലേ. നമ്മുടെ നാട്ടിൽ ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്റ്റെതസ്കോപ്പ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. മനുഷ്യന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഡോക്ടറുടെ ചികിത്സാ ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതയോ ഒരു ഡോക്ടറുമാണ്. അപ്പൊ ഡോക്ടർക്ക് പിന്നെ സ്റ്റെതസ്കോപ്പ് കൊടുത്തില്ലെങ്കിൽ വ്യാജന്മാർക്കാണോ സ്റ്റെതസ്കോപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുക? വ്യാജന്മാർക്ക് കൊടുക്കുന്ന ചിഹ്നം യഥാർത്ഥത്തില് വ്യാജമാക്കി ഉണ്ടാക്കിയ വല്ല തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയോ മറ്റോ ആകണമായിരുന്നു. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അതൊരു ചിഹ്നമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതാവും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. ഇത് വിദ്യാസമ്പന്നർക്ക്, മെഡിക്കൽ ബിരുദധാരികൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ഡോക്ടറായ സ്ഥാനാർത്ഥിക്ക് ഏറ്റവും ഉചിതമായ ചിഹ്നം, ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തോട് ചേരുന്ന ചിഹ്നം. ഇനിയിപ്പോ ഏതെങ്കിലും വിവരദോഷികൾ നാളെ ഡോക്ടറെ കാണാൻ പോകുമ്പോ ഈ കുഴൽ എന്റെ മേത്ത് നോക്കണ്ട, ഇത് സരിന്റെ ചിഹ്നാണെന്നൊന്നും പറഞ്ഞേക്കരുത്. ആള് വടിയായി പോകും. അപ്പോ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറ്റിവെച്ചാലും ഡോക്ടറെ കാണുമ്പോൾ ഈ സ്റ്റെതസ്കോപ്പ് നെഞ്ചോട് ചേർക്കേണ്ടി വരും. അതിനൊന്നും ഈ വിവരക്കേടൊന്നും ആരും കാണിച്ചേക്കരുത് എന്ന് അപൂർവം ചിലരെ ഓർമ്മപ്പെടുത്താൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.